ഡ്രോപ്പ് സൈസ്. നമ്മൾ വെള്ളത്തുള്ളികൾക്ക് നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലിവിങ് ബീങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് അസ്. എല്ലാ ജീവജാലങ്ങൾക്കും നമ്മുടെ ഈ വാട്ടർ ഡ്രോപ്പ് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അല്ലേ? ഞങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ വി then get cold and turn into rain cloud. Then small particles in the rain clouds combine together as raindrops and fall to the earth. Thus we become part of water sources. അതായത് ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മളിവിടുന്ന് നീരാവിയായിട്ട് ആകാശത്തിലോട്ട് പോയി അത് പിന്നെ മഴയായിട്ട് തിരിച്ചു പെയ്ത് നമ്മളെ കുളങ്ങളിലും പുഴകളിലൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു വാട്ടർ സൈക്കിള് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് വാട്ടർ സൈക്കിള്, ഇവാപ്രേഷനും കണ്ടൻസേഷനൊക്കെ. ഓക്കെ, ആ ഒരു സംഭവം തന്നെയാണ് പറയുന്നത്. അതാണ് നമ്മളെ വാട്ടർ ഡ്രോപ്പ്, ജലത്തുള്ളി നമ്മളോട് പറയുന്നത്. അതായത് എല്ലാ ലിവിങ് ബീങ്സിനും, എല്ലാ ജീവജാലങ്ങൾക്കും ഞങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ജലാശയങ്ങൾ ചൂട് പിടിക്കുന്ന ആ സമയത്ത് അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. അതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞത് അല്ലേ? പിന്നീട് അത് തണുത്ത് ക്ലൗഡായിട്ട്, മേഘങ്ങളായിട്ട് മാറും. അവിടെ വെച്ച് ചെറിയ കണികകളായിട്ട് അതൊന്ന് ചേർന്ന് മഴത്തുള്ളിയായിട്ട് നമ്മളെ ഭൂമിയിലോട്ട് വീഴും. ആ മഴത്തുള്ളി പിന്നെ നേരെ എവിടേക്കാണ്? ആ മഴവെള്ളം ഒലിച്ചിട്ട് നമ്മളെ വാട്ടർ സോഴ്സ് ആയിട്ടുള്ള റിവർ, ലേക്ക് ഇതുപോലെ ആയിട്ട് മാറും. തിരിച്ച് പിന്നെയും ഈ പ്രോസസ്സ് തന്നെ നടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ആ വാട്ടർ സൈക്കിളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ ഏതൊക്കെ പ്രോസസ്സാണ്? ഇവാപ്രേഷനും കണ്ടൻസേഷനും. അത് സൺലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചൂട് തട്ടിയിട്ട് അവിടെ ഇവാപ്രേഷനായിട്ട് അത് ക്ലൗഡായിട്ട് മാറും. പിന്നെ അത് മഴയായിട്ട് തിരിച്ച് ഭൂമിയിലോട്ട് പതിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവാപ്രേഷനും കണ്ടൻസേഷനും മൈൻഡിൽ വെക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്കൊക്കെ അറിയാം, നമ്മളെ ഭൂമിയിൽ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലുള്ള വെള്ളം നമുക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മനുഷ്യർ ഇടപെടൽ മൂലം അതെന്ത് ചെയ്യണമെന്നുണ്ട്? പൊല്യൂട്ട് ആവണുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മനുഷ്യർ ആ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ ദ റിവർ. പുഴയിൽ കൊണ്ടുപോയിട്ട് വെഹിക്കിളും അതുപോലെ കന്നുകാലികളെയൊക്കെ കുളിപ്പിക്കുക. ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു വാട്ടർ സോഴ്സസ്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എവിടെ കൊണ്ടുപോയിട്ടിടുകയാണ്? നമ്മളെ പുഴയിൽ കൊണ്ടുപോയിട്ടിടും. ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്. മീറ്റ് മാർക്കറ്റിലും ഫിഷ് മാർക്കറ്റിലൊക്കെ വേസ്റ്റ് നമ്മുടെ പുഴയിൽ കൊണ്ടുപോയിട്ടിടുക. ഡംപിങ് വേസ്റ്റ് ഫ്രം ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിലോട്ട് വിടുക. സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ആ പെസ്റ്റിസൈഡ്സും വാട്ടറിലെത്തിയാൽ വാട്ടർ പൊല്യൂട്ടാവും. ഇതുപോലുള്ള രീതികളിലാണ് നമ്മൾ വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ചുറ്റുപാടുള്ള ജീവജാലങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആ വാട്ടർ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് കാരണം, നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് യൂസ് ചെയ്യാൻ കഴിയാതിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് എക്സാമിന് ചോദിക്കുക, വാട്ടർ പൊല്യൂഷന് കാരണമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് വാട്ടർ പൊല്യൂട്ട് ആവാനുള്ളത്? ആ റീസൺസ് നമ്മൾ എഴുതണം കേട്ടോ. നെക്സ്റ്റ്, റെമഡീസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂട്ട് ആവാതിരിക്കാനുള്ള എന്തൊക്കെ റെമഡീസ് ആണുള്ളത്? പ്ലാസ്റ്റിക് വാട്ടർ റിഡക്ഷൻസ്, വാട്ടർ കൺസർവേഷൻസ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ എന്താണ്? നമ്മളെ വാട്ടർ പൊല്യൂട്ട് ആകാതിരിക്കാനുള്ള റെമഡീസാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 100% ഉറപ്പാണ് അത് എന്തായാലും വരും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് വെള്ളം സംരക്ഷിക്കുന്നത്? റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. എന്താണ്? ടാങ്കിൽ നമ്മൾ മഴവെള്ളം സംഭരിക്കുക. ചെക്ക് ഡാം ഉണ്ടാക്കുക. സ്റ്റോൺ വാള്, വെള്ളക്കൊലിച്ച് പോവാതിരിക്കാൻ സ്റ്റോൺ വാൾ ക്രിയേറ്റ് ചെയ്യുക. വെൽ റീചാർജിങ്, നമ്മളെ കിണർ നന്നാക്കുക, റീചാർജ് ചെയ്യുക. റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഴക്കുഴി ഉണ്ടാക്കുക. മഡ്വാള്, അതായത് മണ്ണ് കൊണ്ടുള്ള മതിൽ ഉണ്ടാക്കുക. സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ സ്ലോപ്പായിട്ടുള്ള മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെരിഞ്ഞ പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചെരിഞ്ഞ പ്രദേശത്തിലോട്ടൊക്കെ എന്താണ്? വെള്ളം ഒലിച്ച് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് ഒലിച്ചു പോകില്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ലെയറായിട്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഓരോ തട്ടിലുള്ള വെള്ളം അവിടെ തന്നെ നിൽക്കും. അത് ഒന്നിച്ച് സ്ലോപ്പായിട്ട് താഴോട്ട് ഇറങ്ങി പോവില്ല. അതിനാണ്
നമ്മളെന്ത് പറയുന്നത്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. അതായത് ഈ സ്ലോപ്പായിട്ടുള്ള പ്രദേശം നമ്മൾ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെയുള്ള വെള്ളം അവിടെ തന്നെ താഴ്ന്നു പോകും. പ്രിപ്പയർ ബേസിൻസ് അറൗണ്ട് ട്രീസ്. നമ്മൾ തെങ്ങിനൊക്കെ തടം കെട്ടി കൊടുക്കുക. അതായത് മരത്തിന് ചുറ്റും അതുപോലെ തടം കെട്ടിയാൽ ആ വെള്ളം അവിടെ തന്നെ താഴ്ന്നു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വാട്ടർ കൺസേർവ് ചെയ്യുക, സംരക്ഷിക്കുക. വാട്ടർ കൺസർവേഷൻ മെത്തേഡ്. ഇനി റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, റെയിൻ വാട്ടർ ഇൻ ടു വെല്ല്. എന്താണ്, നമ്മൾ ഈ മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ട് അത് കിണറിലോട്ട് തന്നെ മഴവെള്ളം എത്തിക്കുക. സിൽപൗളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇതുപോലെ ഈ വലിയ ഷീറ്റിൽ ഇതുപോലെ മഴവെള്ളം നമ്മൾ സംഭരിക്കുക. ഇതൊക്കെയാണ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്. ഇതിൽ മിനിമം ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. അതായത് നമ്മുടെ ശുദ്ധജലം നമ്മൾ എന്താണ്, സംരക്ഷിക്കണം. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും കൂടെ ഉള്ളതാണ്. നമ്മൾ മനുഷ്യരെ ഇടപെടൽ മൂലം അത് പൊല്യൂട്ടാക്കി മാറ്റരുത്. അപ്പം നമ്മളോട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിത് കൊടുക്കാം അല്ലേ? പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. യെസ്, ഇതൊരു പോസ്റ്ററായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ.